തൃക്കാക്കര മണ്ഡലത്തിൽ NDAയുടെ 2020 സ്ഥാനാർത്ഥിയായിട്ട് അഖിൽ മാരാർ വരുമല്ലോ, അറിഞ്ഞിരുന്ന? എന്താ അഭിപ്രായം? അഖിൽ മാരാട് വിജയ സാധ്യത എത്രത്തോളം ഉണ്ടാവും? അഖിൽ മാരാടിനൊന്നും വിജയ സാധ്യത ഇല്ല. കാരണം അഖിൽ മാരാടൊന്നും മണ്ഡലത്തിൽ അറിയപ്പെടുന്ന ആളല്ല. ബിഗ് ഷോയില് ബിഗ് ബോസ് ഇത് പറയാനായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബിഗ് ബോസ് കണ്ടവരൊക്കെ അഖിൽ മാരാർക്ക് വോട്ട് ചെയ്യും. അങ്ങനെ ആര് ചെയ്യും? അങ്ങനെയാണ് അഖിൽ മാരാർ പറഞ്ഞത്. അഖിൽ മാരാർ പറയണത് അങ്ങനെ ഇപ്പൊ ആർക്കും അവകാശപ്പെടാൻ പറ്റില്ലേ? ഇപ്പൊ ഞാൻ ഒരാളോട് എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അവനെ എനിക്ക് വോട്ട് ചെയ്യും എന്ന് ധരിക്കുന്ന ആ ഒരു ചിന്താഗതി ഉണ്ടല്ലോ. അല്ല, കേരളത്തിലെ വരുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും അഖിൽ മാരാറിനെ പറ്റി അറിയാം. കുറച്ച് അതൊരു അഭിനയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ. അത് വോട്ടായി വോട്ടായിട്ട് മാറൂല. അങ്ങനെ മാറുന്നത് അഖിൽ മാരാർ ഇപ്രാവശ്യം എത്ര വോട്ട് കിട്ടും? അതൊക്കെ നിശ്ചയിക്കാൻ പറ്റില്ല. എന്നാലും അവരുടെ BJPയുടെയും 2020 വോട്ട് ഇത് അനുസരിച്ചിരിക്കും. എന്നാലും കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടാൻ സാധ്യതയില്ല. കൂടുതൽ കിട്ടാനൊന്നും സാധ്യതയുണ്ടോയെന്ന് എനിക്ക് അത്ര ഉറപ്പില്ല. ചേട്ടാ ഏതെങ്കിലും അനുഭാവിയാണ്? പാർട്ടി അനുഭാവിയാണ്? ആ പാർട്ടിയുടെ പ്രവർത്തകനാണ്. ഏത് പാർട്ടിയാണ്? LDFന്റെ പ്രവർത്തകനാണ്. CPMന്റെ പ്രവർത്തകനാണ്. പക്ഷേ തൃക്കാക്കര UDFന്റെ അണ്ടറിലെ തൃക്കാക്കര 45 കൊല്ലമായി അവര് ഭരിക്കുകയാണ്. മാറി മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നത്. ഇനി വേറെ ചോദ്യം ചോദിക്കാം. അതായത് 10 വർഷത്തെ പിണറായി വിജയന്റെ ഭരണം എങ്ങനെയുണ്ട്? അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വല്ല കാര്യമുണ്ടാവും. കേരളത്തിലെ വികസനം കൊണ്ടുവരുന്നതിലും വികസനത്തിന്റെ ഒരു പാത തെളിക്കുന്നതിനും നേതൃത്വം കൊടുത്ത ഒരു ഗവൺമെന്റാണ്. അതെങ്കിൽ തുടർച്ചയിൽ വേണം എന്നൊരു LDF പ്രവർത്തകങ്ങളും പറയുന്നു. അതെ. യാതൊരു പോരായ്മ തോന്നില്ല. ഒരു പോരായ്മയും തോന്നിയിട്ടില്ല. പത്തരമാറ്റ് ഭരണമാണ്. അതെ, അത് തർക്കമില്ല. കേരളം നമ്പർ 1 ആണ്. അതിപ്പോ ഇതിൽ മാത്രമല്ല, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ സൂചിക പരിശോധിച്ചാൽ എല്ലാത്തിനും നമ്പർ 1 ആണ് കേരളം. ഉറപ്പല്ലേ? നിങ്ങൾ നോക്കാറില്ലേ, കേൾക്കാറില്ലേ, കാണാറില്ലേ ഇതൊന്നും? അപ്പൊ ഞാൻ വേറെ ചോദിച്ചോട്ടെ, സപ്പോസ് UDF ഭരണത്തിൽ വരികയാണെങ്കിൽ ആരായിരിക്കും നേതാവായിട്ട് വരിക? അതൊന്നും പറയാൻ പറ്റില്ല. അതൊക്കെ അവരെ ചോദിച്ചോ. എന്തെങ്കിലും ഒരു നേതാവ് VD സതീശനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? ഒരു അഭിപ്രായമില്ല. VD സതീശൻ നല്ല ഭരണാധികാരിയാണല്ലേ? അല്ലേ? അദ്ദേഹം വാ നോക്കാൻ നുണ പറയുള്ളൂ. നുണ പറയുള്ളൂ. ഇപ്പൊ നുണ പറയും. അത് നാളെ ചോദിച്ചാൽ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല ഇല്ലേ? അതല്ലേ പറയണേ.